അലമ്പായിട്ട് റൂം എടുക്കണം. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. ഇന്ന് രാവിലെ എണിച്ച് നോക്കുമ്പോൾ റൂമിൻ്റെ അവസ്ഥ കണ്ടിട്ട് അത്ര വലിയ സുഖകരമല്ല, എന്നാലും കുഴപ്പമില്ല. ആകെ 4 പുറം തുണികളും ടോയ്സും ഒക്കെ ആയിട്ട് വലിച്ചു വാരി ഇട്ടേക്ക് കേട്ടോ. അപ്പോൾ ഇന്നെ അറിയണവർക്കറിയാം, ഞാൻ കുറേ ആയിട്ട് എന്നും രാത്രി എങ്ങനെ പോയാലും ടോയ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലീനാക്കി അടിച്ചു പോയിട്ട് കിടക്കാറ്. ഇപ്പോൾ ഷാമിയാക്കൊക്കെ കാഷ്വൽ ലീവായിട്ട് 4 ദിവസം ലീവാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒന്ന് പുറത്ത് പോയിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഒക്കെ പോയി വന്നിട്ട് നൈറ്റ് ഒരു സിനിമ ഒക്കെ കണ്ടിട്ടാണ് കിടന്നത്. അപ്പോൾ ആ സിനിമ കാണാനിടെ കൈബൂൻ്റെ കളികളുടെ സാധനങ്ങളും പിന്നെ വന്ന ഡ്രസ്സുകളൊക്കെയാണ് ഈ ഹോളിലൊക്കെ കിടക്കണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാത്രി നേരം വൈകി കിടക്കുക, രാവിലെ നേരം വൈകി എണീക്കുക, അങ്ങനത്തെ ഓരോ അവസ്ഥയിൽ കൂടെ കടന്നു പോയിരുന്നത് ആ സമയത്ത്. അപ്പോൾ പിന്നെ അങ്ങനെ നേരം വൈകി സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്ക് വൃത്തിയാക്കിയൊന്നുമില്ല, അങ്ങനെ പോയി കിടന്ന് അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ എണിച്ചപ്പം തന്നെ ആകെ ഭ്രാന്തായി. ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കിടന്നിട്ട് രാവിലെ എണിക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ കാണുമ്പോൾ. ഇതിപ്പോൾ രാവിലെ എണിച്ചപ്പോൾ തന്നെ ആകെ ഭ്രാന്തായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടക്കി പറക്കി ഒന്ന് ഹോളൊന്ന് അടിച്ചു വാരി പഴയ രൂപത്തിൽ കണ്ടാലാട്ടൊരു സമാധാനം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആകെയൊക്കെ ഭ്രാന്ത്. അപ്പോൾ ഞാൻ ഷാമയൊക്കെ അയിബൊക്കെ എൻ്റെ കൂടെ എണിച്ചിട്ടുണ്ട്, എല്ലാവരും ഒരുമിച്ച് എണിച്ചേക്കും. അപ്പോൾ ഞാൻ അവരോട് ആ റൂമിലിരിക്കാൻ പറഞ്ഞേക്കാം, ഞാൻ ഹോളൊന്ന് ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ അയിബ് വീണ്ടും കച്ചറാക്കാൻ വരുമേ. ഇത് കാണുമ്പോൾ എന്തോ വരികച്ച ഫീൽ ഉണ്ടല്ലേ, എനിക്ക് വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു. ഇത് ടർക്കിഷ് ചിക്കൻ കേട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തലേദിവസം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് നേരം വൈകി എണിച്ചാലും കുഴപ്പമില്ലല്ലോ, അതുണ്ട് എന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ, ചൂടാക്കിയാൽ മതിയല്ലോ എടുത്തിട്ട്. ഇതിൽ 10 എഴുതി. ഫ്രോസൺ ചപ്പാത്തി മേടിച്ചേക്കണോണ്ട് പിന്നെ അതിനെ കാട്ടി സുഖം. ഈ ടർക്കിഷ് ചിക്കനിക്ക് മാച്ച് ഒന്നെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട കേട്ടോ, അതിക്ക് നല്ല കോമ്പിനേഷനാണ്. ഞാൻ ആദ്യമായിട്ടായിട്ട് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ചപ്പാത്തിയുടെ കഥ എന്താണെന്നറിയോ, ഞാൻ 10 പീസുള്ള പാക്കറ്റ് മേടിച്ചത്, പക്ഷെ എല്ലാ വട്ടം 10 ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം നോക്കുമ്പോൾ 7 ഉള്ളൂ. അപ്പോൾ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാമിയക്കാട് ഞാൻ എന്താ പറ്റിച്ചാണോ അവർ. അങ്ങനെ നമ്മൾ ചെങ്ങായിക്കുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം പിന്നെ VIP ഗസ്റ്റാണല്ലോ, നമ്മൾ കഴിക്കുന്ന എല്ലാ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കില്ല. ആകെ ദോശ, പൂരി അങ്ങനെ ചില ഐറ്റംസ് കഴിക്കുള്ളൂ. അപ്പോൾ നല്ല നെയ്യൊക്കെ ഇട്ട് ദോശ ഉണ്ടാക്കി. പിന്നെ ഇത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ കുറേ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഈ ടർക്കിഷ് ചിക്കൻ. അപ്പോൾ ഞാൻ അവസാനം അങ്ങനെ ഞാനും ഉണ്ടാക്കി. ഉമ്മ ഉണ്ടാക്കിയിട്ട് കുറേ പറഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടുക്കനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടായി കഴിഞ്ഞ് നമ്മൾ പാൽ വെച്ച് ഒന്നും കൂടി അത് ക്രീമിയാക്കി എടുക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇക്കടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രി ഉച്ചക്കൊക്കെയാണ് TV കാണാൻ ഇഷ്ടം. മൂന്നാമത്തെ എപ്പിസോഡ് ലാസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ തലാബത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ₹1 ഓഫർ വരുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ജ്യൂസ്, അതുപോലെ തന്നെ സോപ്പ് പൗഡർ, ഇതൊക്കെ കിട്ടിട്ടാം. അതുപോലെ തന്നെ ക്രോസോൺ, ഇങ്ങനത്തെ ഒക്കെ ഈ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ചിലതൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലും ഈ ഉള്ളി, ഫ്രൂട്ട്സ്, എഗ്ഗൊക്കെ അതിൽ നിന്ന് മേടിക്കുക. എഗ്ഗ് നല്ല എഗ്ഗാട്ടി തലാബത്തിന് മേടിക്കും. ഉള്ളി നല്ല അടിപൊളി ഉള്ളിയായിരിക്കും. ശ്യാമേക്കൊക്കെ ലീവായതുകൊണ്ട് ശ്യാമേക്കനൂടെ തിരുമ്പൽ. തുണികൾ ഇടുന്നുണ്ട്. എന്ത് എൻ്റെ മുഖമൊന്നും കാണില്ല. ഞാനിങ്ങനെ ഈ സാധനങ്ങളൊക്കെ എടുത്തേക്കൊണ്ട് ശ്യാമയൊക്കെ പറഞ്ഞ് ഞാൻ ശ്യാമയൊക്കെ വാഷ് ചെയ്യാടാന്ന്. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എഗ്ഗൊക്കെ ഒന്ന് ഫ്രിഡ്ജിലെടുത്തേക്കട്ടെ. റോസ് മേടിക്കുന്നില്ല, റോസ് തല്ലിപ്പോയി. എൻ്റെ സിങ്ക് കവിഞ്ഞൊഴുങ്ങിയിരിക്കണ കണ്ടില്ലേ? ഞാൻ സാധാരണ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കഴുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കവിഞ്ഞൊഴുങ്ങിയിട്ടുണ്ടാവാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ സീരീസ് കണ്ട് കുറച്ച് നേരം ഇരുന്നല്ലോ. അപ്പോൾ അതിലുണ്ടായ സംഭവങ്ങളാണ് ഈ പാത്രങ്ങൾ മൊത്തം അവിടെ കിടക്കണം കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വേണമല്ലോ. എപ്പോഴും നമുക്കിങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്ലാൻ ചെയ്ത പോലെ തന്നെ കഴുകിയതാക്കുന്നില്ലല്ലോ. പിന്നെ ശ്യാമയൊക്കെ ലീവായിട്ട് തട്ടിമുട്ടി അവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ഓരോ ദിവസം ഇപ്പോൾ അങ്ങനെയൊക്കെ എന്നിട്ട് പോണത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ശ്യാമയൊക്കെ ഇനി ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് ഇതിൻ്റെ പഴയ പോലെയൊക്കെ ഒന്ന് പാച്ചപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എപ്പോഴും ഓർഗനൈസ്ഡ് ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളും വേണമല്ലോ. ഈ ഒരു ചേഞ്ചാണ് ആഗ്രഹിക്കാത്തല്ലേ. പക്ഷെ എന്താ വെച്ചാൽ കുറച്ചിങ്ങനെ മെനക്കെടാന്നുള്ള എല്ലാം കൂടി വരുമ്പോൾ കഴുകാൻ ഒരു മെനക്കെടാന്നുള്ളൂ. മറ്റേ അപ്പപ്പോൾ കഴുകനാട്ടിയും പപ്പയും മോനും കൂടി കളിയോ കളി. പല്ല് ഡോക്ടറാണ്. എന്ത് കാട്ടിയായി ഇപ്പൊ പപ്പനെ? എന്ത് കാട്ടി? എൻ്റെ മുഖത്തൊക്കെ ബൂസ്റ്റ് ഐബുൻ്റെ. പിന്നെ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ടാ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും. അപ്പോൾ ഇവിടെ ഫുർജ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിക്കുക ചെയ്തിട്ടോ. അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ട് എന്തായാലും സമയം പോകും. പക്ഷെ അമ്മയൊക്കെ പറഞ്ഞ് അങ്ങനെ കുക്ക് ചെയ്ത് സമയം കളയണ്ട, നമുക്ക് സീരീസൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരുമിച്ചുള്ളപ്പോൾ അങ്ങനെ കണ്ടിരിക്കാമല്ലോ, കുക്ക് ചെയ്ത് സമയം കളയണ്ട. അപ്പോൾ പിന്നെ മേടിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ സിമ്പിളായിട്ടുള്ളത് അങ്ങനെ മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മേടിക്കുക. നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ മേടിക്കൽ കുറവായിട്ട് പുറത്ത് പോയി കഴിക്കുക വീക്കെൻഡ്സിലല്ലാണ്ട് വീട്ടിലേക്ക് മേടിച്ചിട്ട് അങ്ങനെ കഴിക്കൽ കുറവായിരുന്നു. നമുക്ക് രണ്ടാൾക്കും ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് തിന്നാനായിട്ട് ഇഷ്ടം. പിന്നെ ഇങ്ങനെ ശ്യാമയൊക്കെ ഓഫീസിലൊക്കെ ദിവസമാണെങ്കിൽ വിട്ട് വന്നിട്ട് ചിലപ്പോൾ ശ്യാമയൊക്കെ അങ്ങനെ കഴിച്ചിട്ട് കിടക്കും, അല്ലെങ്കിൽ ഞാൻ ഐബുന് കൊടുക്കും. അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കാറില്ല, ഉച്ചക്കൊക്കെ കഴിക്കൽ കുറവാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ലീവ് സമയത്ത് നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ ടി വി കണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. നമ്മളെ ഇഷ്ടമുള്ള പരിപാടി ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന രസമല്ല. അപ്പോൾ ഐബുന് അവിടെ ടാബ് വെച്ച് കൊടുത്തേക്കട്ടെ, അല്ലെങ്കിൽ അവൻ സിനിമ കാണാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇതിനോടൊക്കെ അവനക്ക് കഞ്ഞി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ പിന്നെ അത് കാണുകയും ചെയ്യാമല്ലോ ഒരുമിച്ച്. നല്ല ബീഫ് കറി ആട്ടി ഫുർജ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ നല്ല ബീഫ് കറിയും ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോട് ചെയ്യണേ? ഗുസ്തിയാണോ പപ്പയുടെ മേത്ത്? അതിന് പപ്പ ഉറങ്ങി. ആ പപ്പ ഉറങ്ങീന്. ഇമീ പപ്പ ഉറങ്ങി. എന്താ ഇവിടെ
വിട്ടടാ വിട്ടടാ വിട്ടടാ. ശ്യാമയൊക്കെ ഇപ്പം ഇങ്ങനെ ഒരുമിച്ചുള്ളപ്പോൾ തന്നെ ഗുസ്തി കളി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉമ്മച്ചി ഇങ്ങനെ വെറുപ്പിക്കുക. രണ്ടാൾക്കും ഇങ്ങനെ തന്നെട്ട്. ഇവർ രണ്ടാളും കൂടിക്കഴിഞ്ഞ് ഇങ്ങനത്തെ ഓരോ വിക്രസുകൾ കാട്ടില്ല പരിപാടി. അല്ല, ഞാൻ രാവിലെ അടിച്ചൊരു സ്ഥലത്തിൻ്റെ കോലം നോക്ക്. ആരവിടെ ഇങ്ങനെ ആക്കിയത്? ഇങ്ങോട്ട് നോക്ക്. ആരാക്കി? ആരാക്കിയത്? ആര്? എന്തിനാക്കി? കപ്പ് കേക്ക് വേണം ഇവിടെ കൊടുത്ത കോലാണ് ഇതിപ്പോ. നോക്കിയേ, എല്ലാ ഉമ്മമാർക്കുള്ളവർക്കും അറിയാം ഒരു ദിവസം എത്ര വട്ടേ ഓളം അടിച്ചു വരുന്ന അറിയാം. അവസ്ഥ തന്നെ. അയ്യോ, അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഗുലാബ് ജാം. അപ്പൊ ഭക്ഷണമൊക്കെ കിട്ടിയാട്ടോ. ശ്യാമയ്ക്ക് ഉച്ചക്ക് മേടിച്ചു കൊടുത്ത, പിന്നെ അപ്പ കഴിച്ചില്ല. അപ്പൊ അതിൻ്റെ കൂടെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുടിച്ചൊരു സീരീസ് ഉണ്ട്. കുറേ നേരം വൈകി. അപ്പോഴാണ് ഈ കച്ചറ കുച്ചറി ചെക്കനാക്കിയുള്ളത്. നീ തിന്നട്ടെ. ആർക്കൊക്കെ ഗുലാബ് ജാമുൻ ഇഷ്ടമുള്ള ഒരു കമൻറ്റിൻ്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അത്ര ഉമ്മാടെ അത്ര ഇഷ്ടമല്ല. എന്നാലും ഇവിടെ വന്ന ശേഷം ഗുലാബ് ജാമുൻ പിന്നെയും വേറെ സ്വീറ്റ്സൊന്നും അത്രയൊക്കെ തോന്നിയിട്ടില്ല. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ മേടിക്കും. അതിപ്പോൾ വേണോ? മമ്മ ഇപ്പോ ഗുലാബ് ജാമുൻ വേണോ ഇവന്? ഒറ്റക്ക് തിന്നാനൊന്നും പറ്റില്ല, ഞാൻ തരും. ഒരാളെ ഒറ്റക്ക് കളയാണ്ട് തിന്നാന്ന് പറഞ്ഞിട്ട് ഇന്ത്യന്ന് മേടിച്ചേക്കട്ടോ. അത് കളഞ്ഞു കഴിഞ്ഞ അല്ലെങ്കിലേ ഇവിടെ വൃത്തിയാക്കാൻ 100 കൂട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാ? അവിടെ വെക്കല്ലേ. നല്ലത് എന്നിട്ട് കുറേ നേരം ഫ്രീ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഷാമിയൊക്കെ ലീവായോണ്ടേ കുറേ നേരം TV കണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ പോയി. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചക്ക് നമ്മളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ രാത്രി ഞാൻ സിമ്പിളായിട്ട് ഷക്ഷൂക്കില്ലേ, അതൊരു ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എഗ്ഗിൻ്റെ അതൊന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം അത് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ ഗുലാബ് ജാമുൻ നല്ല ടേസ്റ്റിന് തിന്ന് തിന്ന് ബാക്കി കുത്തിക്കൊളിച്ച് നശിപ്പിക്കാൻ നോക്കി. അപ്പം അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചൊക്കെ കുറേ നേരം ഫാമിലി ടൈമും പിന്നെ TV ഒക്കെ ഉണ്ട്. അങ്ങനെ ഷാമയൊക്കെ കുറേ ആയിട്ട് ഇപ്പോൾ ഉച്ചക്ക് ഒന്നും കിട്ടാമല്ലോ. ഉച്ചക്ക് ഷാമയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്നും ഉറങ്ങുമല്ലോ. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നും ഉറങ്ങാത്തൊരു കുറേ നേരങ്ങൾ സീരീസൊക്കെ ഉണ്ട്. കുറേ നേരം അങ്ങനെ വൈബൊക്കെ ആയി അങ്ങനെ. അപ്പം ഞാൻ ഷക്ഷൂക്ക് ഉണ്ടാക്കട്ടെ. അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കില്ല കേട്ടോ. മുട്ടയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ തലാപത്തിൽ നിന്ന് ഓർഡർ ചെയ്തതും പിന്നെ നമ്മളന്ന് ഗ്രോസറി മേടിച്ചത് മുട്ട. അപ്പോൾ മുട്ടക്കളിയോട് മുട്ടക്കളിയാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ ഷക്ഷൂക്ക് ഉണ്ടാക്കിയാലോ എന്നുള്ള പ്ലാന് വന്നു കേട്ടോ. ഈ കത്തി കണ്ടില്ല, എൻ്റെ കത്തി മിസ്സായിടോ. അപ്പോൾ ഇക്ക കത്തി നല്ല ചെറിയ കത്തികളൊക്കെ ഇഷ്ടം. അപ്പോൾ പിന്നെ അമ്മി അങ്ങനെ ഈ കത്തിക്ക് തന്നതാട്ടോ. അമ്മയുടെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ തന്നത്. നല്ല മൂർച്ചുണ്ട്. ഇപ്പോൾ നല്ല നോക്കി ഇതാക്കണം. കുട്ടി ഷെഫ് ഉണ്ട് കൂടെ. അവിടെ നോക്കിയിട്ട് കുട്ടി ഷെഫിന് മണം വന്നപ്പോ കാണത്ര എന്താണ് അല്ല കുട്ടി ഷെഫേ? ഇതെന്താ? ഇതെന്താ അതിലിട്ടേക്കുന്ന സാധനം? എന്താ ഇത്? കമ്മിടുന്ന സാധനം ഇപ്പോ ഇതാ? ഇത് പിട്ട സാധനം എന്താ? അറിയില്ലേ? ഈ ഓറഞ്ച് കളർ സാധനം എന്താ? ഇത് തക്കാളി അറിയില്ല എനിക്ക്. മറന്നാ? തക്കാളി ഇട്ട്, ഉള്ളി ഇട്ട്, പച്ചമുളക് ഇട്ട്, പിന്നെ എന്തൊക്കെ ഇടുന്നുണ്ട്? മുളക് പൊടിയോ? പിന്നെ ഇതോ? ഇതിലേക്ക് എന്തൊക്കെ ഇടണം? മുളക് പൊടി, പിന്നെ
മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ പഞ്ചസാര ഉപ്പല്ലിടുക കളറ ഉപ്പിട്ടാ ഓക്കെ. ഇനി അബോട് പോയി കളിച്ചോ, മമ്മ ഉണ്ടാക്കട്ടെ. അങ്ങനെ ഐബൂസിന് ചില സമയത്ത് ഇങ്ങനെ ഇഷ്ടമായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നിങ്ങനെ പറയാൻ. അപ്പോൾ ഇങ്ങനെ പഠിക്കും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അങ്ങനെ പഠിച്ചുള്ള കേട്ടോ. ഞാൻ കുക്ക് ചെയ്യണം ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. സുമാറ് കണക്കൊക്കെ ഇങ്ങനെ കണക്ക് ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ കണക്ക് നോക്കി ഇന്ന സ്പൂൺ അര സ്പൂൺ അങ്ങനെ ഇടുന്നതാണല്ലോ, ഒരു സുമാറ് കണക്കിലിടുന്ന ആളാട്ടോ. എൻ്റെ ഉമ്മ എങ്ങനെയാണ് ഇപ്പോൾ ഉമ്മാടെന്ന് കിട്ടിയുള്ളാട്ടോ ആ ഒരു ഇതൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കും. മിക്ക അതാണ് ചില വീട്ടിലും റെസിപ്പിയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ഒക്കെ അങ്ങനെ പറയാൻ അറിയാത്ത എൻ്റെ ഒരു സുമാറ് കണക്കിലല്ലേ ഞാൻ ഇടുക. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ശരിയാവില്ലല്ലോ. അങ്ങനെ നമ്മൾ ഷക്ഷൂക്കൊക്കെ റെഡി ആയിട്ട്, അപ്പോൾ ഷക്ഷൂക്കയുടെ കൂടെ ബ്രെഡാണ് നല്ല കോമ്പിനേഷൻ എന്നാണ് ഞാൻ അങ്ങനെ ഇതിലൊക്കെ നോക്കിയപ്പോൾ കണ്ടിരുന്നിട്ട്. അപ്പോൾ പിന്നെ ബ്രെഡ് തന്നെ ആക്കി നല്ല ബട്ടറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഷക്ഷൂക്കൊക്കെ കൂട്ടി ബ്രെഡ് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് നമ്മളെ ഉമ്മ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയതല്ലേ, സോറി ബ്രെഡിൽ മുട്ടയൊക്കെ വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരും. അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നിയത് ഇങ്ങനെ തിന്നുമ്പോൾ കേട്ടോ, ഒരു കോമ്പിനേഷൻ പോലെ തോന്നിയത്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാം, എപ്പോഴും ഉണ്ടാക്കാനുള്ളൊരു ഇതൊക്കെ തോന്നിയില്ല. ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ബ്രെഡൊക്കെ ഉണ്ടാകുമ്പോൾ തിന്നാം ആ ഒരു ഫീല്. അപ്പോൾ അങ്ങനെ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലേസി ആയിട്ടുള്ള തട്ടിമുട്ടി ഇങ്ങനെ ഫാമിലി ടൈം കൂടുതലായി അങ്ങനെ സിനിമ കണ്ട് ജോളി ആയിട്ടുള്ള ദിവസങ്ങളിലാട്ടാ അങ്ങനെ കാഷ്വൽ ലീവിലൊക്കെ ആയിട്ട് പോയത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ന് ഞാൻ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. നാളെ അടുത്ത വ്ളോഗിലൊക്കെ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കേണ്ട വ്ളോഗ്സൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിലൊക്കെ കാണാം. ടാറ്റ ബൈ, സീ യു.